എന്ന് ബൈബിളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നു യോഹന്നാൻ സ്നാപകൻ? എങ്ങനെയായിരുന്നു കർത്താവായ യേശു ക്രിസ്തു? എങ്ങനെയായിരുന്നു അപ്പോസ്തലന്മാര്? സകല കപടവും തൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ എന്ന് വിളിച്ചവനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. പിന്മാറ്റക്കാരെ പട്ടിയെന്നും പന്നിയെന്നും ഒക്കെ വിളിച്ചവനാണ് അപ്പോസ്തലനായ പത്രോസ്. ഇതാണ് ഞാൻ ദൈവവചനത്തിൽ കാണുന്നത്. കപട വിനയം, കപട ഭക്തി, സ്യൂഡോ മോറാലിറ്റി, ഇതിന്റെയൊക്കെ പിന്നാലെ പോകാൻ എനിക്ക് മനസ്സില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഭക്തനായി കണക്കാക്കിയില്ലെങ്കിലും എനിക്കൊന്നുമില്ല. ദൈവമക്കളെ, ഈ തരത്തിലുള്ള കപടഭക്തി നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വിട്ടുകളയുക. കപടഭക്തരെ ദൈവം വെറുക്കുന്നു. സംസാരിക്കുമ്പോൾ അനാവശ്യ വൈബ്രേഷൻ ഉണ്ടാക്കാനും, അനാവശ്യ ഏങ്ങലടി നടത്താനും, അനാവശ്യമായ ഭക്തി പ്രകടനങ്ങൾ നടത്താനും നിങ്ങൾ തുനിയരുത്. നിങ്ങൾ ദൈവമക്കളാണെങ്കിൽ അതൊക്കെ ഉപേക്ഷിക്കണം. ഇങ്ങനെയുള്ള ഭക്തി പ്രകടിപ്പിക്കുന്നവർ യഥാർത്ഥ ഭക്തരല്ല, കപടഭക്തരാണ്. അവരെ കർത്താവായ യേശു ക്രിസ്തു വെറുക്കുന്നു. ഞാൻ ഈ പറഞ്ഞു വരുന്നതിന് ചുരുക്കം ഇതാണ്: നമ്മുടെ കർത്താവായ യേശു നാം ഭാവനയിൽ കാണുന്ന ആ വിധത്തിലുള്ള ഒരാളായിരുന്നില്ല. പാപത്തിനെതിരായിട്ട് ശക്തിയായി പോരാടുന്നവനായിരുന്നു. അങ്ങനെ പോരാടിയത് കൊണ്ടാണ് യേശു അങ്ങനെ മരിക്കേണ്ടി വന്നത്. യേശുവിനെ കൊല്ലുവാൻ അവർ തീരുമാനിക്കാൻ നിരവധി കാരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും, ഒന്ന്, യേശു മരിച്ച ലാസറിനെ 4-ാം ദിവസം ഉയർപ്പിച്ചു. അസാധ്യമെന്ന് അവർ എഴുതി തള്ളിയ കാര്യമാണ് യേശു അവിടെ ചെയ്തത്. 2, യേശു രാജാവായിട്ട് യെരുശലേമിലേക്ക് വന്നു. യേശു അങ്ങനെ രാജാവായാൽ റോമാക്കാരുടെ ആക്രമണം പിന്നാലെ ഉണ്ടാകും. മാത്രമല്ല, വെറുമൊരു നസറേത്തുകാരനായ ആശാരി രാജാവാണ് എന്ന് പറഞ്ഞാൽ അവനെ അംഗീകരിക്കുവാൻ ഈ പരീശന്മാരും ശാസ്ത്രിമാരും മറ്റുള്ളവരും തയ്യാറല്ല. അങ്ങനെ യേശു സ്വയം രാജാവാക്കിയതുകൊണ്ട് അവനെ കൊല്ലണം. യേശു ദൈവത്തിന്റെ സ്ഥാനം ഏറ്റെടുക്കുകയാണ് അവിടെ ചെയ്തത്. യഹോവയെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നതിന് പകരം ദാവീദ് പുത്ര ഇപ്പോൾ രക്ഷിക്ക എന്ന് പറഞ്ഞിട്ട് അവരെ ശാസിച്ചില്ലെന്ന് മാത്രമല്ല, അവര് പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് യേശുവിനെ കൊന്നേ മതിയാകൂ എന്നവർ തീരുമാനിച്ചു. മാത്രമല്ല, ഈ പുരോഹിതന്മാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പണം ഇല്ലാതാക്കിയത് യേശുവാണ്. ഭക്തിയുടെ മറവിൽ ഇവര് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 1/2 ശേക്കൽ വെള്ളി അവിടെ ടെമ്പിൾ ടാക്സ് എന്നുള്ള നിലയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനത്ത് അതിന്റെ പല മടങ്ങാണ് ഇവരിൽ നിന്ന് വസൂൽ ചെയ്തുകൊണ്ടിരുന്നത്. ഊനമില്ലാത്ത മൃഗങ്ങളെ കൊണ്ടുവന്നാലും ഇല്ലാത്ത ഊനമൊക്കെ കണ്ടുപിടിച്ച് അവരെ കൊള്ളയടിക്കുന്ന ആ പരിപാടിക്ക് വിരാമമിട്ടത് യേശുവാണ്. മാത്രമല്ല, അവരുടെ പീഠങ്ങളൊക്കെ മുറിച്ചു കളഞ്ഞു, പ്രാവുകളെയൊക്കെ പറത്തിവിട്ടു, മൃഗങ്ങളെയെല്ലാം അടിച്ചോടിച്ചു. ആ വകയിലുണ്ടായ നഷ്ടവും ഭയങ്കരമാണ്. എന്നാൽ അതിന്റെ പേരിൽ യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ അവർക്ക് ധൈര്യമുണ്ടായില്ല. കാരണം യേശുവിനെ പ്രവാചകനെന്ന് ജനമെണ്ണുന്നു. മാത്രമല്ല, ഇത് ചെയ്യുന്നതിനിടയിലും യേശു അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. കുരുടന്മാരെ സൗഖ്യമാക്കുക, മുടന്തരെ സൗഖ്യമാക്കുക, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുക തുടങ്ങിയ അത്ഭുതങ്ങളൊക്കെ യേശു എല്ലാ സമയത്തും ചെയ്യുന്നുണ്ട്. യേശുവിനെ കൊല്ലണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കുകയും അതേസമയം തന്നെ യേശുവിനെ കൊല്ലാൻ വഴി കാണാതെയും ഇവർ വിഷമിക്കുകയാണ്. എങ്കിലും അധികം താമസിയാതെ യേശുവിന്റെ കൂടെയുള്ള യൂദായെ അവർ പണം കാട്ടി വശീകരിക്കുകയും യേശുവിനെ രഹസ്യത്തിൽ പിടിച്ച് തന്ത്രപൂർവം ജനത്തിന്റെ ഹൃദയത്തെ പോലും വശീകരിച്ച് ജനത്തെ അവനെതിരാക്കിക്കൊണ്ട് അവരുടെ പദ്ധതികൾ അവർ പിന്നീട് നിറവേറ്റുകയും ചെയ്യുന്നുണ്ട്. അത് വ്യത്യസ്തമായ മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ദൈവമക്കളെ ഓർത്തുകൊള്ളുക, ദൈവമക്കൾ ജനപ്രിയരായിരിക്കുവാൻ, ദൈവമക്കൾക്ക് ജനപ്രിയ പ്രസംഗകരായിരിക്കുവാൻ, ദൈവദാസന്മാർക്ക് ജനത്തിന് ഹിതമായത് മാത്രം പ്രസംഗിച്ചുകൊണ്ട് നല്ല പേരെടുക്കുവാൻ സാധ്യമല്ല. നമ്മൾ ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞവരാണെങ്കിൽ, യഥാർത്ഥ ദൈവമക്കളാണെങ്കിൽ, യഥാർത്ഥ ദൈവദാസന്മാരാണെങ്കിൽ, യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചതുപോലെ, കർത്താവായ യേശു പ്രസംഗിച്ചതുപോലെ, അപ്പോസ്തലനായ പത്രോസും പൗലോസും ഒക്കെ പ്രസംഗിച്ചതുപോലെ ധൈര്യത്തോടെ പ്രസംഗിക്കേണ്ടതായി വരും. യോഹന്നാൻ സ്നാപകന് സർപ്പസന്തതികളെ എന്ന് പരീശന്മാരെയും സദൂക്യരെയും ഒക്കെ വിളിച്ചു. ഹെരോദേവ് സ്വന്തം സഹോദരന്റെ ഭാര്യയെ ഭാര്യയാക്കിയത് തെറ്റാണ് എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞു. അതിന്റെ പേരിൽ അവൻ കൊല്ലപ്പെടേണ്ടതായി വന്നു. എന്നാൽ പോലും സത്യം പറയാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല. ആ കാലത്തെ ഭക്തരെന്നറിയപ്പെട്ടിരുന്ന പരീശന്മാരുൾപ്പെടെയുള്ളവരെ കർത്താവിന് കഠിനമായി വിമർശിക്കേണ്ടി വന്നു, സർപ്പസന്തതികളെന്ന് വിളിക്കേണ്ടി വന്നു. അതുകൊണ്ട് യേശുവിനും ദാരുണമായ മരണം ഉണ്ടാകേണ്ടതായി വന്നു. പത്രോസാകട്ടെ, പൗലോസാകട്ടെ, ആരു തന്നെയായാലും ഇതുപോലെ സത്യത്തിനു വേണ്ടി നിവരെ നിന്നതിന്റെ പേരിലാണ് കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. എല്ലാവരുടെയും മുമ്പിൽ നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്നു എങ്കിൽ, നിങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരാണ് എങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ ദാസനല്ല, ദൈവത്തിന്റെ ദാസനാകുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ ദാസന്മാർക്ക് തീർച്ചയായും എതിർപ്പുകൾ ഉണ്ടാകും. യേശു ഏതാനും ആഴ്ചകൾ മാത്രമേ പള്ളികളിൽ പ്രസംഗിച്ചുള്ളൂ. പിന്നീട് യേശുവിനെ ഒരു പള്ളിയിലും കയറ്റാത്ത സ്ഥിതി ഉണ്ടായി. അപ്പോസ്തലനായ പൗലോസിനെ ആദ്യകാലങ്ങളിലൊക്കെ യഹൂദന്മാരുടെ പള്ളികളിൽ കയറാൻ കഴിയുമായിരുന്നു. പിന്നീട് യഹൂദന്മാരുടെ പള്ളിയിൽ പൗലോസിനെ കയറ്റിയില്ല. യഥാർത്ഥ ദൈവദാസന്മാർക്ക് ഇത് തന്നെ സംഭവിക്കും.
സത്യം തുറന്നു പറയുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ ആളില്ലാതെ വരും. കൺവെൻഷൻ സ്റ്റേജുകൾ കിട്ടത്തില്ലെന്ന് മാത്രമല്ല, സഭയ്ക്കുള്ളിൽ പോലും നമ്മളെ വിളിക്കാൻ ആളില്ലാതെ വരും, വിളിക്കാൻ ധൈര്യമില്ലാതെ വരും. അപ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങൾ യേശു നടന്ന വഴിയിലൂടെയാണ് നടക്കുന്നത്, അപ്പോസ്തലന്മാർ നടന്ന വഴിയിലൂടെയാണ് നടക്കുന്നത്. ചെല്ലുന്നിടത്തെല്ലാം ആളുകൾ നിങ്ങളെ സ്വീകരിച്ചുകൊണ്ട് കിടക്കുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങൾ കർത്താവിന്റെ വഴിയിലല്ല, അപ്പോസ്തലന്മാരുടെ വഴിയിലല്ല. നിങ്ങൾക്ക് വഴി തെറ്റിയിരിക്കുന്നു. നിങ്ങൾ ശരിയായ വഴിയിലായിരുന്നു എങ്കിൽ അവർ നിങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കേണ്ടതാണ്. ഭക്തി അഭിനയിച്ച് നടക്കുന്ന നേതാക്കന്മാര് നിങ്ങൾക്കെതിരായി കുതന്ത്രങ്ങൾ മെനയേണ്ടതായിരുന്നു. എന്നാൽ നേതാക്കന്മാർക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്, കള്ളന്മാർക്കെല്ലാം നിങ്ങളെ വലിയ ഇഷ്ടമാണ്. അതിന്റെ കാരണം നിങ്ങൾ ദൈവദാസനല്ല എന്നത് തന്നെയാണ്. ആകയാൽ എന്റെ സഹോദരങ്ങളായ ശുശ്രൂഷകന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരുടെ ദാസന്മാരാണ്? ദൈവത്തിന്റെ ദാസന്മാരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കർത്താവും ശിഷ്യന്മാരും ഉപയോഗിച്ച ഭാഷ ഉപയോഗിക്കേണ്ടി വരും. കർത്താവും ശിഷ്യന്മാരും ചെയ്തതുപോലെ കപടഭക്തർക്കെതിരെ ശക്തമായ നിലപാടെടുക്കേണ്ടി വരും. അതുമൂലം നിങ്ങൾക്ക് നഷ്ടമുണ്ടാകും. നിങ്ങളെ സഭകളിൽ സ്വീകരിക്കാതാകും, നിങ്ങൾക്ക് പ്രസംഗിക്കാൻ സ്ഥലം കിട്ടാതാകും. ഗൾഫിലും അമേരിക്കയിലും നിങ്ങളെ ചുമന്നുകൊണ്ട് കിടക്കാൻ ആളിനെ കിട്ടിയില്ലെന്ന് വരും. പട്ടിണി അനുഭവിക്കേണ്ടതായി വരും. കർത്താവും ശിഷ്യന്മാരും അനുഭവിച്ചതുപോലെ ദാരുണമായ മരണം പോലും നിങ്ങൾക്കുണ്ടായി എന്ന് വരാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഇതാണ് ദൈവത്തിന്റെ വഴി, ഇതാണ് ദൈവത്തിന്റെ ശുശ്രൂഷ, ഇതാണ് കർത്താവും ശിഷ്യന്മാരും ചെയ്തത്. നിങ്ങൾക്ക് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കണമെങ്കിൽ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. സർപ്പസന്തതി എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ, വെള്ളയടിച്ച ചുവരെ എന്ന് കള്ളന്മാരെ വിളിക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ല എങ്കിൽ, കപടഭക്തന്മാരായി നടക്കുന്ന നേതാക്കന്മാർക്കെതിരെ പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ, ദൈവവേലയ്ക്ക് കിട്ടുന്നതായ പണം സ്വന്തം ബാങ്ക് അക്കൗണ്ടിലോ സ്വന്തം ട്രസ്റ്റിലോ ആക്കുന്നവരെ കള്ളന്മാരെന്ന് വിളിക്കാൻ ധൈര്യമില്ലെങ്കിൽ, സഹോദരന്റെ ഭാര്യയെ മോഷ്ടിച്ചുകൊണ്ടുവന്നവനെ കുറുക്കനെന്ന് വിളിക്കാൻ ധൈര്യമില്ലെങ്കിൽ, അത്തരം പാപങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ ദാസനല്ല, യേശുവിന്റെ ദാസനല്ല. അപ്പോസ്തലന്മാർ ചെയ്ത ശുശ്രൂഷയല്ല നിങ്ങൾ ചെയ്യുന്നത്, വയറ്റിപ്പഴപ്പിന്റെ ശുശ്രൂഷയാണ്. ജീവിക്കാൻ മറ്റൊരു മാർഗവും കാണാഞ്ഞിട്ട് നിങ്ങൾ ഈ പണിക്കിറങ്ങിയതാണ്. എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയും ഒന്ന് കഴിഞ്ഞുകൂടാനാണ് നിങ്ങളുടെ ആഗ്രഹം. നിങ്ങളെ ദൈവദാസനായി കണക്കാക്കാൻ പറ്റില്ല. എന്നാൽ ജീവനുള്ള ദൈവത്തിന്റെ ദാസനാണ് നിങ്ങളെങ്കിൽ പാപത്തിനെതിരെ നിങ്ങൾ പോരാടും, കപടഭക്തിക്കെതിരെ പോരാടും, കള്ളന്മാർക്കെതിരെ പോരാടും. ദേവാലയത്തില് മേശകളെ മറിച്ച യേശു, പ്രാവുകളെ പറത്തിവിട്ട യേശു, ആ യേശുവിന്റെ ശിഷ്യനാണ് നിങ്ങളെങ്കിൽ ഇന്ന് സഭയിൽ നടക്കുന്ന ദുരാചാരങ്ങൾക്കെതിരെ, ദുർനടപടികൾക്കെതിരെ, കള്ളന്മാർക്കെതിരെയൊക്കെ നിങ്ങൾ പ്രതികരിക്കും. ഇതിന് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ദൈവദാസനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഫലമൊന്നുമില്ല. ആകയാൽ സഹോദരങ്ങളെ, കർത്താവിന് വേണ്ടി നിവർ നിൽക്കുവാനും കർത്താവ് കാണിച്ച വഴിയിലൂടെ തന്നെ ദൈവവേല ചെയ്യുവാനും നിങ്ങളെ ദൈവം സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വചനങ്ങൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഇതുപോലെയുള്ള സുവിശേഷ പ്രസംഗങ്ങളോ ഗാനങ്ങളോ അനുഭവ സാക്ഷ്യത്തിന്റെ CD-കളോ നിങ്ങൾക്ക് ലഭിക്കണം എന്ന് താൽപര്യപ്പെടുന്നു എങ്കിൽ CD-യിൽ കാണുന്ന അഡ്രസ്സിലോ ടെലിഫോൺ നമ്പറിലോ samkuttimaman@yahoo.com എന്ന ഇമെയിൽ അഡ്രസ്സിലോ ഞങ്ങളുമായി ബന്ധപ്പെടുക.